കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ മിഷൻ തീക്ഷ്ണതയോടെ 50,000-ത്തിലധികം കുഞ്ഞു മിഷണറിമാർ ഒരുമിച്ച് കൂടിയ വാർത്ത മാധ്യമ ശ്രദ്ധ നേടുന്നു. അതിരൂപത വാർഷിക ദിവ്യകാരുണ്യ ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് 120 കത്തോലിക്ക ഇടവകകളിൽ നിന്നുള്ള പൊന്തിഫിക്കൽ മിഷണറി ചൈൽഡ്ഹുഡ് അംഗങ്ങളായ 1,00,000-ത്തോളം വിദ്യാർത്ഥികൾ ഒന്നുചേർന്നത്. നെയ്റോബി ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് സുബിറ അനിയാലോ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെയ്റോബി വെസ്റ്റ്ലാൻഡ്സിലെ സെൻറ്റ് മേരീസ് മസോങ്കരി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, സംഗീത കലാപരിപാടികൾ, പ്രഭാഷണങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതായിരുന്നു. ഒരുമിച്ച് പ്രാർത്ഥനാ നിർഭരമായ ജീവിതം എങ്ങനെ നയിക്കാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമായി ഇതിനെ കാണാമെന്ന് ഫാദർ കെവിൻ ഡൊമിനിക് പറഞ്ഞു. കർത്താവുമായുള്ള ദൈനംദിന ആശയവിനിമയത്തിലൂടെ പ്രാർത്ഥനയുടെ സംസ്കാരം പരിപോഷിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിപാടിയിൽ ചർച്ചയായി. 1843 മെയ് 19 ഫ്രഞ്ച് ബിഷപ്പ് ചാൾസ് ഡി ഫോർബിൻ ജാൻസൺ സ്ഥാപിച്ചതാണ് പൊന്തിഫിക്കൽ മിഷണറി ചൈൽഡ്ഹുഡ്. 1 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇതിൻ്റെ ഭാഗമാണ്. 130-ലധികം രാജ്യങ്ങളിൽ ഇന്ന് സംഘടനയ്ക്ക് വേരുകളുണ്ട്. കുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്ന കുട്ടികൾ, കുട്ടികൾക്ക് സുവിശേഷം നൽകുന്ന കുട്ടികൾ, കുട്ടികളെ സഹായിക്കുന്ന കുട്ടികൾ എന്നീ ത്രിവിധ മുദ്രാവാക്യത്തിലൂന്നിയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ. ലോക സുവിശേഷവൽക്കരണത്തിനായി പരിശുദ്ധ പിതാവിൻ്റെ ആത്മീയ ആശീർവാദമുള്ള സംഘടന കൂടിയാണ് പൊന്തിഫിക്കൽ മിഷണറി ചൈൽഡ്ഹുഡ്.